ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. റെസ്റ്റോറൻറ്റിലെ പോലെ തന്നെ ഈസി ആയിട്ട് ചില്ലി ചിക്കൻ നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനധികം ചേരുവകളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. നമ്മളൊരു ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചില്ലി ചിക്കനാണ് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കി നോക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് ബോൺലെസ് ചിക്കനാണ് എടുക്കുക. ഇനിയിപ്പം എല്ലുള്ള ചിക്കനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യണം. അതിനായി ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ, ഒരു മുട്ട, പിന്നെ കോൺഫ്ലോറാണ് വേണ്ടത്, അതൊരു 2 ടേബിൾ സ്പൂൺ, പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, അതൊരു ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി അതും ഒരു ടീസ്പൂൺ. അത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്ക് ആദ്യം തന്നെ ചിക്കനൊന്ന് മാഗ്നേറ്റ് ചെയ്യണം. ഇപ്പോൾ ചിക്കനിലേക്ക് ഉപ്പ് ചേർത്തു, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി. കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഞാൻ സോസുകളെല്ലാം 2 ടേബിൾ സ്പൂൺ വീതമാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഗ്രീൻ ചില്ലി സോസാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ റെഡ് ചില്ലി സോസ് ആണെങ്കിൽ അതെടുത്താൽ മതി. കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ ചേർത്തു. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 ടേബിൾ സ്പൂൺ ചേർത്തു. ഇത്രയും സാധനങ്ങൾ നമുക്ക് ചിക്കനിൽ നന്നായി പുരട്ടി ഒരു അരമണിക്കൂറോളം മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു മുട്ട കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ച് എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ വറുത്തെടുക്കാം. ഇതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാൽ മതി. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്ന് ഇട്ടിട്ട് വറുത്തെടുക്കാം. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. ക്യാപ്സിക്കം 2 എണ്ണം, സവാള 2 എണ്ണം, ഇത് രണ്ടും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഇഞ്ചി ചോപ്പ് ചെയ്തതും രണ്ടും 2 ടേബിൾ സ്പൂൺ വീതം വേണം. ഇനി ഒരു 2 പച്ചമുളക് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സോസുകളൊന്ന് തയ്യാറാക്കി വയ്ക്കാം. ഒരു ചെറിയ ബൗളെടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തു. ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസും. ഇതെല്ലാം ഒന്നിച്ച് ഒരു ബൗളിൽ ചേർത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇത്രയൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു ബൗളിൽ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കട്ട കെട്ടാതെ അലിയിച്ച് വെക്കണം. നമ്മളിപ്പം ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് കോരിയെടുത്തു. അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ആ ഓയിൽ തന്നെ മതി, നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയൊന്നും അധികം ബ്രൗൺ നിറമാവുന്ന വരെ വഴറ്റൊന്നും വേണ്ട. ചെറുതായി ഒന്ന് വഴറ്റി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കവും ചേർത്തായി ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വാടിയാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മുളക് പൊടി ചേർക്കണമെന്നില്ല. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസുകളുടെ ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് സോസുകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുവരെ നമ്മൾ ഈ മസാലയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായി ഇളക്കണം. ഇത് കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് നേരം. നമുക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ ആവശ്യമാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി. ഇതിന് മുകളിൽ കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയിലയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയായ ചില്ലി ചിക്കനാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.